എന്നാൽ പ്രവാചകചര്യ, ആ പ്രവാചകചര്യയാണ് രണ്ടാം പ്രമാണം, ഹദീസ് അല്ല രണ്ടാം പ്രമാണം. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പരമ്പരയൊത്ത രൂപത്തിൽ കൃത്യമായി വന്ന ഒരു ഹദീസും ബുദ്ധിക്ക് എതിരാകുന്നതല്ല, പ്രമാണത്തിനെതിരാകുന്നതല്ല. ആ പേരും പറഞ്ഞിട്ട് അത് തള്ളാൻ ഇങ്ങോട്ടാരും വരേണ്ടതുമില്ല. ഇവരെ ഭാഷയിലെ നിരൂപണം ഏതാ അറിയോ? നിഷേധമാണ്. അല്ല ലോകത്ത് അഹ്ലുസുന്ന അല്ലെങ്കിൽ മുഹദ്ദിസുകൾ ഹദീസിൻ്റെ ഉസൂല് പഠിച്ച പണ്ഡിതന്മാർ നടത്തിയ നിരൂപണം അല്ല ഇവർ. നിരൂപണം എന്ന ഓമന പേരിട്ട് പച്ചയായ നിഷേധം നടത്തുക, അതാണൊന്ന്. എന്നാൽ പ്രവാചകചര്യ, ആ പ്രവാചകചര്യയാണ് രണ്ടാം പ്രമാണം, ഹദീസ് അല്ല രണ്ടാം പ്രമാണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞല്ലോ, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസക്തും ബിഹിമ. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നു, അത് മുറുകെ പിടിക്കുന്ന പക്ഷം, അതിനെ നിങ്ങൾ അവലംബിക്കുന്ന പക്ഷം നിങ്ങൾ വഴിപിഴക്കുകയില്ല. അതിലൊന്ന് അള്ളാഹുവിൻ്റെ കിതാബാണ്, രണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ആ സുന്നത്ത് നമുക്ക് ലഭ്യമാവുന്നതാണ് ഹദീസുകളിലൂടെ. ഇവിടെ അലി മദനി മറയൂർ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. സുന്നത്തും ഹദീസും രണ്ടാണ് എന്നാണ് സമർത്ഥിക്കുന്നത് ഷബീർ സലാഹി. അപ്പോൾ ഇതിൻ്റെ ഒരു വസ്തുത കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുന്നത്ത് ഹദീസ് എന്ന നിലയ്ക്ക് ഈ രണ്ട് പദങ്ങളെയും രണ്ടർത്ഥത്തിൽ ഉപയോഗിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ മർക്കസ് ദഅവ വിഭാഗം ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. അപ്പോൾ ഈ സുന്നത്ത് എന്നിപ്പോൾ ഭാഷാപരമായി നമ്മൾ പറയുകയാണെങ്കിൽ സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്വരീഖ, വഴി എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു സാങ്കേതിക അർത്ഥത്തിൽ പറയുമ്പോൾ ത്വരീഖത്തുല്ലത്തി സലക്കഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന, നബി പ്രവേശിച്ച വഴി, നബിയുടെ ജീവിതം. അപ്പോൾ ആ ജീവിതത്തെ പഠിപ്പിച്ചു തരുന്ന വിജ്ഞാന ശാഖയാണ് യഥാർത്ഥത്തിൽ ഹദീസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൽ കുറച്ചും കൂടി കേട്ട് കഴിഞ്ഞാൽ ഇതിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഹദീസിൻ്റെ കൂട്ടത്തിൽ സഹീഹ് ഉണ്ടാവും, ഹദീസിൻ്റെ കൂട്ടത്തിൽ ലഈഫ് ഉണ്ടാകും, അതുപോലെ തന്നെ വാറോലകൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ ഇദ്ദേഹം ഇതിലൂടെ സമർത്ഥിക്കാൻ അതിൻ്റെ കൂടെ പറയുന്ന മറ്റൊരു കാര്യം, അതായത് ബുദ്ധിക്ക് യോജിക്കാത്തതും ഹദീസുകളിൽ വരും, ഖുർആനെതിരായത് വരും, ഇതൊന്നും സുന്നത്തല്ല. അത് പറഞ്ഞത് ശരി തന്നെയാണ്. എന്നാൽ ആരുടെ ബുദ്ധിക്ക് യോജിക്കാത്തതാണെന്നുള്ളതാണ് ഇപ്പോൾ വിഷയം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ബുദ്ധിക്ക് യോജിക്കാത്തതും ഖുർആനിനെതിരിൽ എന്ന് പറയുന്നതും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരാരും തന്നെ ബുദ്ധിക്ക് യോജിക്കാത്തത് എന്ന് പറഞ്ഞതല്ല. അങ്ങനെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അവർക്കത് ബുദ്ധിക്ക് യോജിക്കണമെന്ന് പറഞ്ഞതാണ്. ഇവിടെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, സ്വരീഹായ വ്യക്തമായിട്ടുള്ള പ്രമാണങ്ങൾ, അത് ഒരിക്കലും തന്നെ വ്യക്തമായി വന്നിട്ടുള്ള പ്രമാണങ്ങൾ ഒരിക്കലും തന്നെ ശരിയായ ബുദ്ധിയുള്ള ആളുകളുടെ ബുദ്ധിക്കെതിരാവില്ല. ശരിയായ ബുദ്ധിയുള്ള ആളുകളുടെ ബുദ്ധിക്കെതിരാവില്ല. എന്നാൽ വക്രബുദ്ധികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിയായതിനെയും വളഞ്ഞേ തോന്നുള്ളൂ. ഇപ്പം ഇവർ ബുദ്ധിക്കെതിരാകിയത്, അതൊരു ഖുർആനിനെതിരായത് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഉരുട്ടി കൊണ്ടുണ്ട്. ഏതാണെന്ന് വെച്ചപ്പോൾ ഇമാം ബുഖാരി റഹ്മഹുള്ളയെ പോലെയുള്ള ആളുകൾ അവരുടെ സഹീഹിൽ ഉദ്ധരിച്ച, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റു ബാധിച്ചു എന്ന ഹദീസ്, ഈ ഹദീസ് പ്രമാണത്തിനെതിരാണ്, ഖുർആനെതിരാണ്, അതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയേണ്ടത്. അതല്ലാതെ ഉസൂലുൽ ഫിഖഹിൻ്റെ ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ള ഹദീസ് എന്ന് പറഞ്ഞ പദപ്രയോഗം അത് സുന്നത്തി എന്ന് പറഞ്ഞ പദപ്രയോഗത്തേക്കാൾ പൊതുവായ പദപ്രയോഗമാണ്. അതിൽ നബിയുടെ വാക്കുകളുണ്ടാവും, നബിയുടെ പ്രവർത്തനങ്ങളുണ്ടാവും, നബിയുടെ മൗനാനുവാദങ്ങളുണ്ടാകും. എന്നാൽ സുന്നത്തി എന്നതിൽ നബിയുടെ പ്രവർത്തനങ്ങളാണ് ഉണ്ടാകുക എന്ന് എന്താക്കിയിട്ടുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്മളിപ്പോൾ കേട്ട ക്ലിപ്പ്, ആ ക്ലിപ്പിൽ മൂപ്പര് പറഞ്ഞത് ഹദീസാണ്. എന്ത് അലൈക്കും ബി സുന്നത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തറക്തും ഫീക്കും അംറൈൻ എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഒന്ന് കിതാബുള്ള, രണ്ടാമത്തെ സുന്നത്തി എന്ന് പറഞ്ഞു. അതെന്താണ്? അത് ഹദീസാണ്, അത് സുന്നത്തല്ല, അത് ഹദീസാണ്. ഉസൂൽ ഹദീസിൻ്റെ ഭാഷ പ്രയോഗം അത് ഹദീസാണ്. കാരണം എന്താ വെച്ചാൽ നബിൻ്റെ എന്തല്ല, പ്രവർത്തനമല്ല, കൗലാണ്. അപ്പോൾ പിന്നെ അതെങ്ങനെ തെളിവാകുക ദീനിൽ? കാരണം സുന്നത്താണല്ലോ തെളിവ്. നിങ്ങൾക്ക് സുന്നത്താണ് തെളിവ് എന്ന് പറയുമ്പോൾ
ഇത് തെളിവേ അല്ല, കാരണം ഇത് ഹദീസാണ്. അപ്പോൾ ഇത് ഹദീസ് തെളിവാകും എപ്പോഴും സ്വഹീഹായ ഹദീസാകുക എന്ന്. ഈ സ്വഹീഹായ ഹദീസാകുക എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളല്ലല്ലോ സ്വഹീഹാക്കേണ്ടത്. അതിന് അഹ്ലുസുന്ന മുമ്പോട്ട് വെച്ചിട്ടുള്ളൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ് ഇമാം ബുഖാരി മുസ്ലിം ഒരു ഹദീസ് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ ജാസൽ ഖന്തറ എന്നാണ്. മനസ്സിലായില്ലേ? ഇമാം ബുഖാരി മുസ്ലിമും അവരുടെ സ്വഹീഹുകളിൽ ഒരു ഹദീസ് മുസ്നദായിക്കൊണ്ട് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ ജാസൽ ഖന്തറ, അഥവാ പാലം കടന്നു. ഇനി എന്താക്കേണ്ട ആവശ്യമില്ല, അത് സഹീഹാണോ അത് ലൈഫാണോ എന്നുള്ള ചർച്ചയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ്. ഇതുവരെ അംഗീകരിക്കൂല. ഇപ്പം ഞാൻ ഇത് പെട്ടെന്ന് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി പറയണം. ഇപ്പോൾ സ്വരീഹുൽ അഖലിന് യോജിക്കാത്തത് പ്രമാണമല്ല എന്ന് പറഞ്ഞാൽ ഖുർആനിൽ തന്നെ ഉണ്ടാവില്ലേ ഈ ബുദ്ധിക്ക് യോജിക്കാത്തത്? ഇപ്പോൾ നമ്മളെ എൻ്റെ ഈ സംസാരം കേൾക്കുന്ന ഇപ്പോൾ സഹോദരിമാരുണ്ടാവും. വൈൻ താബലക്കും മിനൻ നിസാഇ മസ്ന വ സുലാസ വ റുബാ. അലിമദിൻ്റെ ഭാര്യനോട് പറയാം, ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട്, എന്ത് നിങ്ങൾക്ക് പറ്റുന്നുണ്ട് 2 കെട്ടി 3 കെട്ടി 4 കെട്ടി അള്ളാ പറഞ്ഞാണല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കെട്ടിക്കോളിന്ന് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയില്ല എന്നുള്ളത് നിൻ്റെ വിശ്വാസം. അള്ളാഹു ആലം. ലോകത്തൊരു പെണ്ണും എന്താക്കൂല, സമ്മതിച്ചോളൊന്നുമില്ല. എന്താ കാരണം ഓല അക്കലിന് അത് എന്താക്കണില്ല, യോജിക്കണില്ല. അതുകൊണ്ട് അത് ഖുർആനിൽ നിന്ന് എടുത്ത് ഒഴിവാക്കണം. അത് സ്വരീഹുൽ അഖലിന് എതിരാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഖുർആനാണ്, ഖുർആൻ അള്ളാഹ് എന്താക്കും, സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതിൻ്റെ രീതി എന്താണ്? അതേ രീതിയിലൂടെ തന്നെ സംരക്ഷിച്ചു പോകുന്നതാണ് ഹദീസുകളും. അപ്പോൾ ആ ഹദീസുകളുടെ കൂട്ടത്തിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ലൈഫ് ഉണ്ടായത്? നബി പറഞ്ഞ ലൈഫ് ഏതാണോ? ഒരിക്കലല്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറയാൻ യോഗ്യതയില്ലാത്ത ആളുകൾ പറഞ്ഞതാണ് പലതും. അത് ചിലപ്പോൾ നബി പറഞ്ഞതാകാം, പക്ഷേ പണ്ഡിതന്മാരുടെ സൂക്ഷ്മത കാരണത്താൽ അവർ പറഞ്ഞത് അത് പറയാൻ അയാൾ യോഗ്യനല്ല, അതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല എന്നാണ്. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്, അതായത് നബിയുടെ പേരിൽ അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് എന്താക്കും, ഹദീസ് ഉണ്ടാക്കും. ആ ഉണ്ടാക്കിയ ഹദീസുകൾക്ക് മൗദൂ എന്ന് പറയാം. അത് മാത്രം ശേഖരിച്ച് ഗ്രന്ഥങ്ങളിൽ അൽ മൗദൂആത്ത് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഗ്രന്ഥങ്ങൾ തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. എന്തിനാണ്? സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് നാളെ ഒരുത്തഞ്ഞ് ഹദീസാണെന്ന് പറഞ്ഞു വന്നാൽ എന്താക്കേണ്ട ആവശ്യമില്ല, എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പരപ്പനങ്ങാടി ഖണ്ഡന പ്രസംഗങ്ങൾ നമ്മൾ കുറേ നടത്തി. മർക്കസുദ്ദാവ എന്ന് പറയുന്ന വിഭാഗക്കാർ നിഷേധിക്കുന്ന ഹദീസുകളുടെ എണ്ണം നമ്മൾ എന്താക്കി, കൃത്യമായിട്ട് പറഞ്ഞു. ഏത് പേരിലാണ്? ഈ പറഞ്ഞ ഇദ്ദേഹം അടക്കമുള്ള ആളുകൾ അതിന് മറുപടി പറയാൻ പലപ്പോഴും ശ്രമിച്ചു നോക്കി, പക്ഷേ അത് പ്രമാണബദ്ധമായിക്കൊണ്ട് സമർത്ഥിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സരീഹായ അഥവാ ഒരു യഥാർത്ഥ ബുദ്ധിക്ക്, പാകമായ ബുദ്ധിക്ക് ഒരിക്കലും തന്നെ ശരിയായ പ്രമാണങ്ങൾ എതിരാവില്ല. ഈ ബുദ്ധിക്ക് യോജിക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂജഹലയോടെ നിന്നത്, അബൂബക്കർ സിദ്ദീഖായിട്ട് മാറിയതും. ഇവർക്ക് യോജിക്കുമോ? നമ്മൾ വീണ്ടും ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ശരീരം കൊണ്ട് ഒറ്റ രാത്രി, ആ രാത്രിയിൽ മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കും അവിടുന്ന് 7 ആകാശത്തിൻ്റെ മുകളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി കൊണ്ട് പോയി വന്നു എന്ന് ഏത് ബുദ്ധിക്കാണ് യോജിക്കുക? അവിടെയാണ് തസ്ദീഖുഹു ഫീമ അഖ്ബറ എന്ന് പറയുന്ന ഒന്നാമത്തെ അസിലുള്ളത്. നബി പറഞ്ഞാൽ അതനുസരിക്കാൻ കഴിയണം. അവിടെ ബുദ്ധി കൊണ്ട് ആലോചിക്കുന്ന ഏർപ്പാട് എന്തില്ല. അത് മുഅ്തസിലിയത്ത് തുടങ്ങി വെച്ച സംഭവമാണ്, ജഹ്മിയാക്കൾ തുടങ്ങി വെച്ചതാണ്. അശായിറത്ത് അത് പിന്നീട് ഏറ്റെടുത്ത് പോകുന്നതാണ്. ആ അഷ്അരി കുട്ടികളുടെ ഭാഗമായി കൊണ്ട് വന്നതാണ് ഇവരൊക്കെ. ഇതാണ് ആ വിഷയത്തിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്. ഇവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും തഖ്ദീമുൽ അഖ്ലി അനിൻ നഖ്ലി, പ്രമാണങ്ങളെക്കാൾ എപ്പോഴും ബുദ്ധിക്ക് മുൻതൂക്കം നൽകണമെന്നാണ്, പ്രാധാന്യം നൽകണമെന്നാണ് ഇവർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇന്നമ ഖൗലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വാക്ക് ഇത് മാത്രമായിരിക്കുമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഓതി കേൾപ്പിച്ചത് എന്താണ്? സമീഅന വ അതഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ആമന്ന വ സദ്ദഖ്ന എന്നുള്ളതാണ്. കാരണം പറയുന്നത് മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയുകയില്ല. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്
പരമ്പരയൊത്ത രൂപത്തിൽ കൃത്യമായി വന്ന ഒരു ഹദീസും ബുദ്ധിക്ക് എതിരാകുന്നതല്ല, പ്രമാണത്തിനെതിരാകുന്നതല്ല. ആ പേരും പറഞ്ഞിട്ട് അത് തള്ളാൻ ഇങ്ങോട്ടാരും വരേണ്ടതുമില്ല. ഏത് കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്കെതിരിൽ പുത്തൻവാദികൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട്. അക്കാലഘട്ടത്തിലൊക്കെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അതിന് കൃത്യമായ മറുപടി പറഞ്ഞിട്ടുമുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇവർ ഉന്നയിക്കുന്ന വാദങ്ങളൊന്നും ഇവിടെ വില പോവുകയില്ല എന്നത് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അതായത് ചില അർദ്ധസത്യങ്ങളെയും സത്യങ്ങളെയും കൂട്ടി അവരുടെ ലലാലത്തിന്, അവരുടെ വഴികേടിന് തെളിവുണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുക മാത്രമാണ് ഇയാളെപ്പോലെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം. അതെ, കാര്യങ്ങൾ ഇത്രയൊക്കെ വ്യക്തമാണ്. മനസ്സിലായി. ഇതിൽ എന്തായാലും ഇവർക്കൊരു ഒളി അജണ്ട ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. കാരണം പ്രമാണം കൊണ്ട് വ്യക്തമായി, ഇപ്പോൾ പരപ്പനങ്ങാടി ഖണ്ഡനമാകേണ്ടതിന് മുമ്പുള്ള നമ്മുടെ സംസാരങ്ങളാകട്ടെ ഇതിലൊക്കെ ഉണ്ടെങ്കിലും പുതിയ എങ്ങനെ പറഞ്ഞാലും പൂച്ചനെ മേപ്പോട്ടൊക്കെ ഇട്ട് അല്ലേ ചാടുന്ന രൂപം എന്ന് പറഞ്ഞാൽ എങ്ങനെ ചാടിയാലും ഇവർ ഇതിലേക്ക് പോകും. അപ്പോൾ ഇതിലെന്തോ ഒരു ഒളി അജണ്ട ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണം. അതൊന്ന് പൊളിച്ചെടുക്കണം. മുസ്തലായി പറയും ഇതിൽ ഒരു ഒളി അജണ്ട അല്ല, അതെ, ഇതിൽ ഒരുപാട് ഒളി അജണ്ടകളാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം പിന്നെ ഇവർ സ്വീകരിച്ചു പോന്നിട്ടുള്ള അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഅ്തസിലിയാക്കളുടെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മുഅ്തസിലിയാക്കൾ ഏതൊക്കെ ഹദീസുകളെ കശക്കാൻ നോക്കിയോ അതിലേക്കെല്ലാം ഇവർക്കും പോകേണ്ടി വരും, ഒരു സംശയമില്ല. അതിന് പിന്നെ ഒരു ഹദീസിന് പേരിട്ടാലും സുന്നത്ത് പേരിട്ടാലും മുഅ്തസിലി അടിസ്ഥാനത്തിലായതുകൊണ്ട് അതിലേക്ക് പോവൽ ഇവർക്ക് നിർബന്ധമാവും. ഇപ്പോൾ സുന്നത്തിലൂടെ കിട്ടിയ ഹദീസ് എന്നാണല്ലോ മൂപ്പര് തെളിയിക്കുന്നത്. സുന്നത്തിലൂടെ കിട്ടിയ ഹദീസിനെ ഹദീസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവരെ ഷബാബ് പല ലക്കങ്ങളിൽ ഈ സൊഫ് ശരിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട പിന്നെ ഹദീസിനെ വളരെ മോശമായി പരിഹസിച്ച ലേഖനങ്ങൾ വന്നിട്ടുണ്ട് ഷബാബിൽ. അപ്പോൾ സൊഫ് ശരിപ്പെടുത്തുക എന്നുള്ളത് ഫെലിയായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചെയ്ത് കാണിച്ച് ശരിപ്പെടുത്തേണ്ട രീതിയൊക്കെ പഠിപ്പിച്ചതാണ്. അപ്പോൾ അലി മദനി സ്ഥാപിച്ചത് പ്രകാരം സുന്നത്തായ ഹദീസാണത്, സുന്നത്തായ ഹദീസാണ്. ഇനി വരുന്ന ഏതെങ്കിലും ഒരു ഷബാബിൽ ആ പരിഹാസങ്ങൾക്കൊരു മാപ്പ് പറയൽ ഇവരെ മേലെന്താണ്, ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ, അത് വരെ നിർബന്ധമാണ്. കാരണം ഇവരിപ്പത്തി വാദപ്രകാരം അത് വളരെ നിർബന്ധമായ ഒരു സംഘം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനി ഇതിലിവരുടെ പിന്നെ അജണ്ടകൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ, ഒന്ന് ഹദീസുകളെ നിഷേധിക്കുക, ഹദീസുകളെ നിരാകരിക്കുക എന്നത് തന്നെയാണ് പ്രധാന അജണ്ട. കാരണം ഇവർക്ക് ചൊറിച്ചിലുണ്ടാക്കുന്ന പല ഹദീസുകളുണ്ട്. അതുകൊണ്ടാണ് 4 നൂറ്റാണ്ട് കാലമായി ഇവരെന്ത് ആകെ വിറളി പിടിച്ച് നടക്കുകയാണ്. ഷെബിസലായി പറഞ്ഞ പോലെ ആര് വന്നാലും ഹദീസിന് പരിക്കേൽക്കൂല. കാരണം അത് അള്ളാഹുവിൻ്റെ സംരക്ഷണമുള്ള ദീനാണല്ലോ, അതിന് പരിക്കേൽക്കൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇതിൻ്റെ ആളുകൾക്ക് വിറളി പിടിക്കും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ 2000-ന് മുമ്പുള്ള ഷബാബ്, അതേപോലെ ഏതൊക്കെ കാര്യങ്ങളാകട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആ പ്രമാണ നിലപാട് ശരിക്ക് അതിലൊക്കെ തെളിഞ്ഞു വന്നതാണല്ലോ. 2000-ന് ശേഷമാണ് ഇവർ കലക്കാൻ തുടങ്ങിയത്, അതിലേക്ക് ചെളി വാരിടാൻ തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പഴയ ഷബാബുകൾ ഇവർക്ക് മറച്ചു വെക്കേണ്ടി വന്നു, മറുപടി പറയാതെ ഇവർക്ക് മുങ്ങേണ്ടി വന്നു. അപ്പോൾ തീർത്തും ഹദീസ് നിഷേധത്തിലേക്ക് പോവുക എന്നതിൻ്റെ ഒരു ഘട്ടം കൂടി നമ്മൾ ഈ കാണുന്നത്, അടുത്തൊരു ഘട്ടം. അതായത് നിരൂപണം എന്ന പേര് നിഷേധം കഴിഞ്ഞു, പിന്നെ പരിഹാസത്തിലൂടെ നിഷേധിക്കുക, പിന്നെ മൗദൂആയ ഹദീസുകളുടെ നിബന്ധനകളും മുഅ്തസിലിയാക്കളുടെ അടിസ്ഥാനങ്ങളും വെച്ചുകൊണ്ട് ഹദീസുകൾ നിഷേധിക്കുക. ഇനി അതിൻ്റെ വേറൊരു തലാണെന്ത്, സുന്നത്തിലൂടെ വന്നതേ ഹദീസാകൂ, അല്ലാത്തത് നമ്മുടെ ഹദീസാണോ അല്ലെന്ന് നോക്കാൻ പാടില്ല, നിരൂപണത്തിന് വിധേയമാക്കണം. ഇവരെ ഭാഷയിലെ നിരൂപണം ഏതാ അറിയോ? നിഷേധമാണ്. അല്ലാതെ ലോകത്ത് അഹ്ലുസുന്ന അല്ലെങ്കിൽ മുഹദ്ദിസുകൾ ഹദീസിൻ്റെ ഉസൂല് പഠിച്ച പണ്ഡിതന്മാർ നടത്തിയ നിരൂപണം അല്ല ഇവർ. നിരൂപണം എന്ന ഓമന പേരിട്ട് പച്ചയായ നിഷേധം നടത്തുക, അതാണൊന്ന്. രണ്ടാമത്തെ ഒരു സംഗതി, പ്രമാണങ്ങളുടെ സ്ഥാനം ഇടിച്ച് താഴ്ത്തുക. കാരണം ഇയാളിങ്ങനെ രണ്ടാം പ്രമാണം എന്നിങ്ങനെ കനപ്പിച്ച് പറയുന്നുണ്ട്. അതെന്തിനാ വെച്ചാൽ ആ നിലക്ക് കണ്ടാൽ മതി, രണ്ടാം സ്ഥാനം കൊടുത്താൽ മതി. ഇവിടെ ഖുർആൻ ഉണ്ടല്ലോ, ഖുർആനുമ്പോൾ നിൽക്കുക എന്നിടത്തേക്ക് എത്തിക്കുക, എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക, ഖുർആനും വേണ്ട എന്നുള്ളിടത്തേക്ക്
കൊണ്ടുപോകുക. ചേകന്നൂരിൻ്റെ ആ നയം ഇവിടെ കൊണ്ടുവരികയാണ് ശരിക്കും. ഈ ഷബാബ് നമ്മൾ ഒരിക്കൽ പ്രൂഫ് പോയിന്റിൽ വായിച്ച് കേൾപ്പിച്ച തന്നെയാണ്. 2025 ഓഗസ്റ്റ് 29 ഷബാബ്. ഇതിൽ ഇവരെ കൂട്ടത്തിലൊരു മദനി എഴുതിയ ലേഖനം. അപ്പോൾ ഇത് പിന്നെ ആരാണ് ഹദീസ് നിഷേധികൾ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലേഖനം തന്നെ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട് പ്രൂഫ് പോയിന്റ്. ഇതിലൊരു വരി എന്താ അറിയോ? അപ്പോൾ സൂറത്ത് നജ്മിലെ ആയത്ത് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയുഹ എന്നുള്ള ആയത്ത് എല്ലാവർക്കും അറിയാം, സാധാരണക്കാർക്ക് മനപ്പാടുള്ള ആയത്താണ്. അപ്പോൾ അവിടുന്ന് ദീനിയായ ഒരു കാര്യം വഹിയിലൂടെ അല്ലാതെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രമല്ല അല്ലാത്ത ഒരു സംസാരവും ആർക്കുണ്ടായിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ആ ആയത്ത് വ്യക്തമാണ്. അതാണത് മുഫസ്സിറുകളൊക്കെ പറഞ്ഞ വിഷയം അതാണ്. ഈ ഷബാബിൽ പറയുന്നത് എന്താ അറിയോ? സൂറത്ത് നജ്മിലെ ആയത്തിനെ പറ്റി പറയാണ്, ഖുർആനിന് ഖുർആനിന് പ്രത്യേകതകളൊന്നുമില്ലാതാകും. അവർ അതിനായി ഉദ്ധരിക്കുന്ന സൂറത്തു നജ്മിലെ ആദ്യത്തെ വചനങ്ങൾ ഖുർആനിനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വരികൾ ലക്ഷ്യം വെച്ചാൽ എന്താണ്? ഹദീസിൻ്റെ പ്രാമാണികതയെ ഇടിച്ചു താഴ്ത്തുക. പ്രമാണങ്ങളെ വിഷയത്തിൽ ഖുർആനും ഹദീസും ഒരേ രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം ഖുർആനിൻ്റെ വിശദീകരണമാണ് ഹദീസ് എന്ന് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു അജണ്ട എന്താ വെച്ചാൽ പ്രമാണ സംരക്ഷണത്തെ ഇകഴ്ത്തുക. അതായത് ഖുർആന് മാത്രമേ അള്ളാഹു സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ളൂ, ഹദീസിന് അങ്ങനെ സംരക്ഷണം വെച്ചിട്ടില്ല. പലരും അതിൽ കൈക്രിയ നടത്തിയിട്ടുണ്ട്, പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ഇവരെ വിചാരം എന്താ വെച്ചാൽ ഇവരിതിന് പറയുന്നതോടുകൂടി ഹദീസിൻ്റെ ലോകം തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോകുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഇവർക്ക് എന്താണ് ഹദീസിൻ്റെ ലോകത്തെ പറ്റി അറിയാം? ഒരു സനത് കിട്ടിയാൽ ആ സനദിൽ മുഴുവൻ വിശ്വസ്തരാണ്. മത്തിന് അതിൻ്റെ കാമ്പ് പോക്കാണെങ്കിൽ പണ്ഡിതന്മാർ പൊളിച്ചണ കൊടുക്കും. അതേപോലെ കാമ്പ് ശരിയാണ്, സനത് പോക്കാണ്, പണ്ഡിതന്മാരത് കീറി കൊടുക്കും, ഓരോന്നിങ്ങനെ കീറി കൊടുക്കും. ഇത്ര ഒരു മൺതരി പോലും പ്രശ്നമുണ്ടെങ്കിൽ അത് കൃത്യമായി പൊളിച്ച് കയ്യിൽ കൊടുക്കാൻ പ്രാപ്തി നേടിയ പണ്ഡിതന്മാരെ കാലം കഴിഞ്ഞു പോയി. അതൊന്നും ഇവർക്ക് പറ്റില്ല. കാരണം ഇവർ സ്വയം പണ്ഡിതന്മാരാണ്, ഇവരെന്നെ ഇവർക്കുള്ള പണ്ഡിതന്മാർ ഇവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇവർ ഇന്നാ നഹു നസൽന ദിക്റ എന്നുള്ള ആയത്തോട് ഈ ദിക്റിനെ ഇവരെന്ത് ചെയ്യും? പിന്നെ അത് ഖുർആനാണ്, ആ ഖുർആൻ അള്ളാഹു സംരക്ഷിച്ചു എന്നുള്ള കോലത്തിനോട് വ്യാഖ്യാനിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ദിക്റിനെ അതിലേക്ക് ഒതുക്കിയിട്ട് എന്ത് ചെയ്യും? ഇവർ കാര്യം സാധിക്കും. എന്നാൽ ഇതേ ദിക്ർ വെച്ച ഖുർആൻ വ അൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്, താങ്കൾക്ക് നാം ദിക്ർ ഇറക്കി ജനങ്ങൾക്ക് ബയാൻ ചെയ്തു കൊടുക്കാൻ. ഈ ബയാൻ ചെയ്യൽ ഏതാ? ബയാൻ ചെയ്യൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വെറും വർത്തമാനമാണെങ്കിൽ അതെങ്ങനെ ശരിയാകുക? അവിടുന്ന് ഹവക്കനുസരിച്ച് വർത്താനം പറഞ്ഞിട്ടില്ല എന്നാണ് ഖുർആൻ പറയണത്. മറ്റൊന്ന്, ഈ ബയാൻ ചെയ്യലും ദിക്റും ഒന്നാണെങ്കിൽ അള്ളാൻ്റെ കലാമാണ് ഖുർആൻ. അപ്പോൾ നബിൻ്റെ കലാമും അള്ളാൻ്റെ കലാമും ഒന്നായി എന്ത് ചെയ്യേണ്ടി വരും? സമ്മതിക്കണം. അത് സമ്മതിക്കണം. അള്ളാൻ്റെ കലാമും ഖുർആനും അള്ളാൻ്റെ കലാമാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്കുവാണെങ്കിൽ ഇത് രണ്ടും ഒന്നെന്ന് പോലും പറയാം. ഹദീസ് സുന്നത് പറയാൻ പറ്റില്ലല്ലോ. ഈ ബയാനെ ഹദീസുകൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അള്ളാൻ്റെ കലാമിന് തുല്യമായ കലാമാക്കി ആരത് മാറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരുപാട് വങ്കത്തരങ്ങൾ ഇതിൽ വരും. അതൊന്നും ഇതിൻ്റെ ഉള്ളിൽ ആലോചിക്കില്ല, പറഞ്ഞു പോകും. ഇവിടെ ഷെയ്ഖ് നാസിറു സഅദി റഹിമഹുല്ല പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ഈ തുബയ്യ ലിന്നാസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലഫ്ലും മഅനി ബയാൻ ചെയ്യണം. ഇപ്പോൾ ഒരായത്ത് കിട്ടി, ആ ആയത്തിലെ വാക്കിന് ഒരു ഭാഷാപരമായ അർത്ഥം പറഞ്ഞു പോയാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ സ്വലാത്തിന് പ്രാർത്ഥന എന്നാണ് ലോകവിയായ അർത്ഥം. അപ്പോൾ ഒരാൾ ഞാൻ പ്രാർത്ഥിച്ചു നിസ്കാരം കഴിഞ്ഞു പറയേണ്ടി വരും. ശേഖരൻ്റെ ആളുകൾ അതെ, അതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ലഫ്ലും മഅനി എന്താണ്? സക്കാത്ത് തന്നെ പരിശുദ്ധി നേടിയത്. ഓ, ഞാൻ പരിശുദ്ധി പ്രാർത്ഥിച്ച് നേടി, കുളിച്ച് നേടി എന്നൊക്കെ പറയാലോ. അപ്പോൾ ആ സക്കാത്ത് എന്ന വാക്കിൻ്റെ ലഫ്ലും മഅനയും എന്താണ്? ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബയാൻ വേണം. അപ്പോൾ ഇതൊന്നും ഓലിക്ക് ഇതെന്താ വെച്ചാൽ ഈ അജണ്ട പാസ്സാക്കി എടുക്കുക എന്നുള്ളത് മാത്രം. ഇനി അതുമല്ല, ഇയാളെപ്പോലത്തെ ആളുകളൊക്കെ വരും എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേ മുന്നറിയിപ്പ് തന്നാണ്. അതുകൊണ്ടാണ് ഇയാൾ പറഞ്ഞത് എന്താ, പിന്നെ അലൈക്കും ബി സുന്നത്തി എന്നല്ലേ. എന്നാൽ വേറെ ഹദീസ് മൻ ഹദ്ദസ ഹദീസൻ, ഒരാളൊരു ഹദീസ് പറഞ്ഞു, എന്നിട്ട് ആ പറഞ്ഞ ഹദീസ് എന്ത് ചെയ്യുക? പിന്നെ അത് യുറ അന്നഹു കദിബുൻ, അത് കളവായിരിക്കും എന്നോ അങ്ങനെ നിഗമിക്കുക, അങ്ങനെ വിചാരിക്കുക. ഫഹുവ അഹദുൽ കാദിബീൻ, കള്ളന്മാരിൽ ഒരാളാണ് ഓനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മുന്നറിയിപ്പ് തന്നിരിക്കുന്നു. അപ്പോൾ അലി മദനി മൊറയൂരിനെ പോലത്തെ ആൾക്കാർ കുറച്ചുകൂടി എന്ത് ചെയ്യട്ടെ,
ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനത്തെ കിതാബുകളൊക്കെ ഒന്ന് വായിച്ചിട്ട് ഹദീസിന് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ, ഇനി വന്നത് ഇൻ്റെ സ്വഭാവമുള്ള ആരെങ്കിലും കുറിച്ചൊക്കെ പറയാനാണോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. ഇവരങ്ങനെയാണ്, ഇവർ സിഹിറിന് ഹദീസ് എടുക്കും, അവർക്ക് ഇത് തോന്നുന്നത് കളവാകും, ഇത് വ്യാജമാകും എന്നവർക്ക് തോന്നുക. സംസമിൻ്റെ ഹദീസ് എടുക്കുക, അജുവാക്കാരക്കൻ്റെ ഹദീസ് എടുക്കുക, ഓരിങ്ങനെ കണക്ക് കൂട്ടുക, ഇരുട്ടത്തിൽ നിന്ന് ഇങ്ങനെ കൂട്ടുക. ഇത് നമ്മുടെ ബുദ്ധിക്ക് പറ്റില്ലല്ലോ, ഇത് ഇന്നായത്തിനെതിരാണല്ലോ. ആ പണി കള്ളന്മാരെ പണിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗണ്യതമായി നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ള എന്താ വെച്ചാൽ ചിലപ്പോൾ ഭാവിയിൽ ഇനി പോലെ സംസം വെള്ളം അജുവാക്കാരൊക്കെ അംഗീകരിച്ചെന്ന് വരും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവർക്ക് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് കണ്ടത് അത് കിട്ടും, അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്താക്കും, അപ്പം അത് എടുക്കും എന്നുള്ളതാണ്. പക്ഷെ അത് തന്നെ ലാബൻ, അതെ, അങ്ങനെ വേണ്ടി വരും, അങ്ങനെ പറയേണ്ടി വരും. അല്ലെങ്കിൽ അത് തന്നെ ശാസ്ത്രം എന്നൊക്കെ പറയേണ്ടി വരും. ആ നിലക്കാണ് പോലെ വിശ്വാസം പോയിക്കൊണ്ടിരിക്കേണ്ടത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാണ്. അപ്പോൾ ഇവിടെ 3 വിഷയത്തിലുള്ള കാര്യങ്ങൾ സംക്ഷിപ്തമായി പ്രമാണബദ്ധമായി അവതരിപ്പിക്കുകയുണ്ടായി. ഇവിടെ ആരെയും താഴ്ത്താനോ അതുപോലെ തന്നെ പരിഹസിക്കാനോ വേണ്ടിയിട്ടല്ല, കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുക, അവനവൻ്റെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പ്രൂഫ് പോയിന്റിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.